ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ചയായെന്ന് തോന്നുന്നു. ഷോർട്സൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. വീഡിയോസൊക്കെ നിറയെ എടുത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ എന്തോ എന്തോ ഒരു മടി, പിന്നെ മനസ്സിനും അത്ര സുഖമൊന്നുമില്ല വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല ബിസിയുമാണ് കേട്ടോ. അപ്പം പുതിയ വീട്ടിൽ വന്നതിന് ശേഷം വിവാൻകുട്ടി സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഇടയിൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും, പിന്നെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനേ തോന്നത്തുള്ളൂ. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കും. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പാതിയിൽ വെച്ച് മനസ്സ് മടിക്കും. എന്തിനു വേണ്ടി ചെയ്യണം, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ തോന്നി എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം ഇതിന് അത്യാവശ്യം എഫേർട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, പിന്നെ നമ്മളതിന് വോയിസ് ഓവർ കൊടുക്കുക. അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോവും റെഡിയാക്കി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്പോണ്ടും കാര്യങ്ങളും കിട്ടാതെ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴോ പിന്നെ കുറേ ദിവസം ഇടാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും, അയ്യോ അങ്ങനെ ചെയ്തോ ശരിയല്ലല്ലോ, ഇത്രയും നാളും കൊണ്ടുവന്ന ഒരു ചാനലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, തളരരുത് രാമൻകുട്ടി, തളരരുത്. എന്നെങ്കിലും എൻ്റെ മാവ് പൂക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സാറ്റർഡേ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വിവാൻകുട്ടി ഇന്ന് കൂടെ വരാൻ കാരണം അവനെ മുടി വെട്ടണമായിരുന്നു. തണലത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, പക്ഷെ വെയിലത്ത് നിൽക്കുമ്പോൾ കുറച്ച് സുഖമുണ്ടല്ലേ. ഇവിടെ തന്നെ മുടി വെട്ടിയത് നോക്കാം, ഇനിയും വെട്ടാനുണ്ട് കുറേ കൂടെ. ബാക്കൊക്കെ വെട്ടി, ഫ്രണ്ടിൽ ഇനിയുണ്ട്. ബാർബർ ഷോപ്പിൽ തന്നാണ് ഈ ചോക്ലേറ്റ് ബേബികൾക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ കുട്ടിയാ അതിൻ്റെ ഇടാ, വലിയ കുട്ടികൾക്ക് എന്താടാ? കിഡ്സ്. കൊച്ചു പിള്ളേർ കരയാതിരിക്കാൻ അവർ കൊടുക്കും ചോക്ലേറ്റ് ഒക്കെ മുടി വെട്ടുന്ന സമയത്ത്. പിന്നെ ഒരു ബേബി അച്ഛനെയും കൊണ്ട് തോറ്റു. ഒരേ പൂക്കൾ തന്നെ വീട്ടില്, നല്ല കളറ്. ആയി ഭർത്താവിന്റെ സ്നേഹ സമ്മാനം. നമ്മൾ റോസ വാങ്ങിയത് കൊണ്ടാണ് ഈ പൂ വാങ്ങാതെ ഇറങ്ങി വന്നത് കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞതാണ് മേടിച്ചോളാൻ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഓൾറെഡി ഒന്ന് വാങ്ങിയല്ലോ, അപ്പം ഇനി അടുത്ത പ്രാവശ്യം മേടിക്കാം അടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും മനസ്സ് കേട്ടില്ല, അങ്ങനെ പിന്നെ വീണ്ടും വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇനി വാങ്ങിച്ച റോസാപ്പൂ എത്ര നാൾ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. കാരണം നേരത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോഴെല്ലാം കുറേ നാൾ കഴിയുമ്പോൾ അതിങ്ങനെ കരിഞ്ഞു പോകാറാണ് പതിവ്. എന്നാലും അത് കാണുമ്പോൾ ഒരു കൊതി, അത് വാങ്ങിച്ച് വീട്ടിൽ വെക്കുമ്പോൾ ആ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സുഖം, ഒരു സന്തോഷം. എനിക്ക് തോന്നുന്നു വീട്ടിലെ ഹീറ്റർ കാരണമായിരിക്കാം പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. വെയിലടിക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കളും ഇലയൊക്കെ കാണാൻ. ഒരു പ്രത്യേകതര ഇല കാണിച്ചു തരാം. ഭയങ്കര തൊടുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ. ഇന്ന് വശക്കുട്ടി വരാത്തത് കൊണ്ട് ഞാൻ അവൾക്ക് ചെറിയൊരു പണി കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം എന്തായി കാണും അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. സാധാരണ ഞാൻ വീട്ടിലുള്ള സമയത്താണ് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ ഫിഷൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൊതുവേ അവൾക്ക് ഫിഷിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. വല്ല പാസ്തയോ അങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടി എന്താവുമോ എന്തോ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ അടുത്തത് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ മേടിച്ച് കൊണ്ടുവന്ന പൂ എവിടെ വെക്കും എന്നുള്ളതാണ്. ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി കുറച്ച് നേരം അതിനെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ 4 പേർക്ക് 4 അഭിപ്രായമായിരിക്കും. ഒരാൾക്ക് വിൻഡോയിൽ വെക്കാമെന്ന് പറയും, അടുത്ത ആൾ പറയും വേണ്ട നമുക്ക് ഷെൽഫിൽ വെക്കാമെന്ന്. കാലം ഞാനിപ്പോൾ വിൻഡോയിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ മറ്റേ തുളിപ്പും കൂടെ കൊണ്ടുവന്ന് ഇവിടോട്ട് വെച്ചു. ഇതിപ്പം വീണ്ടും ഇവിടുന്ന് സ്ഥലം മാറും, നിങ്ങളിപ്പോൾ നോക്കിക്കോ. റോസയ്ക്ക് പക്ഷെ കുറച്ച് വെയിൽ വേണ്ടി വരും. അവസാനം നമ്മൾ ഇവിടെ വെക്കാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, ചിലപ്പം വീണ്ടും മാറും. കൊള്ളാം സൂപ്പറായിരിക്കും. ട്രീയുടെ ബാക്ക്ഗ്രൗണ്ടും അടിപൊളി. കുറച്ച് നേരം നമ്മൾ ഈ വെച്ചതിൻ്റെ ഭംഗിയൊക്കെ ഇരുന്ന് ആസ്വദിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെയിൽ ഈ സോഫയിൽ അടിക്കും കേട്ടോ. അന്നേരം എന്തായാലും ഇതിനെ പിന്നെ മാറ്റേണ്ടി വരും. എൻ്റെ അനിയൻ പിന്നെ ബാർബർ ഷോപ്പിൽ നിന്ന് കിട്ടിയത്, അത് ചേച്ചിക്കും വേണ്ടി കൊണ്ടു തന്നത് ഒരെണ്ണം. 2 എണ്ണം കിട്ടി. സിബ്ലിങ് കൊണ്ടുവന്ന് ചോദിച്ചെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ ഒരെണ്ണം നിനക്കും കൊണ്ടുവന്നത്. അവനവിടെ വെച്ച് കഴിച്ചു. അത് കഴിച്ചതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട്, അയ്യോ ഇത് കാണുമ്പോൾ കഴിച്ചാൽ മതിയായിരുന്നു. ടാബ്
ഇടയ്ക്കിടയ്ക്കത് ആ മുട്ടായി തുറന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇത്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആട്ടിൻകരള് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കാനും പോകുന്നത്. വെന്യൂക്കുള്ളിൽ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാ മീറ്റും കിട്ടും. അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. അപ്പം ഇപ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും മേടിച്ച് നോക്കണമെന്നൊക്കെ. പൊതുവേ നമ്മളങ്ങനെ കഴിച്ചു നോക്കാത്തത് കൊണ്ട് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ഇന്ന് എന്തായാലും ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് വാങ്ങിച്ചുണ്ടാക്കി നോക്കാമെന്ന്. അപ്പം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ സാധാരണ നമ്മൾ എന്താണ് പോർക്കും മട്ടനൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഞാൻ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരു മസാല ഒന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. എത്രമാത്രം വേവുണ്ടാകുമെന്നൊന്നും അറിയത്തില്ല. ആദ്യം ഒരു 4-5 വിസിൽ അടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക, പിന്നെ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, സവാള ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വേണ്ട പറഞ്ഞാൽ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കരളിട്ട് കൊടുക്കണം. എന്നിട്ട് അവസാനം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സമയമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ചുണ്ടയ്ക്ക ഉണങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കറിയും പിന്നെ പാലക്കും പയറും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരനും കൂടെ ഉണ്ടാക്കിയിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ പാലക്കിൻ്റെ കൂടെ പയറിട്ട് തോരൻ വെക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി. ഞാൻ ഇന്നത്തെ ഊണ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ.